കാസർഗോഡ് കോട്ടിക്കുളത്ത് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തി. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്നതാണ് നിഗമനം. റെയിൽവേ സ്റ്റേഷന്റെ 1-ാം പ്ലാറ്റ്ഫോമിനടുത്ത് ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കയറ്റിവച്ച നിലയിലാണ്. വിവരങ്ങൾ ജോസഫ് തന്നെയാണ് നൽകുന്നത്. ജോസഫ്, എന്തായാലും വീണ്ടും ഒരു ട്രെയിൻ അട്ടിമറി സംഭവമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് വ്യക്തമാകുന്നത്. ട്രാക്കിന് മുകളിൽ മനഃപൂർവ്വമാരോ കയറ്റി വെച്ചതുപോലെ തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു കോൺക്രീറ്റ് സ്ലാബ് അവിടെ എങ്ങനെ വന്നു എന്നൊരു ചോദ്യം കൂടെ ഉയരുന്നതാണ്. എങ്ങനെയാണ് ജോസഫെ അവിടുത്തെ വിവരങ്ങൾ? ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ ആ പ്ലാറ്റ്ഫോമിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ ഈ കോൺക്രീറ്റിന്റെ സ്ലാബ് കയറ്റി വെച്ച നിലയിൽ കണ്ടെത്തിയത്. പണ്ട് നേരത്തെയും ഇത്തരത്തിൽ മരത്തടികളും ഈ കോൺക്രീറ്റിന്റെ ചീളുകൾ അടക്കം അടുക്കി വെച്ചുകൊണ്ട് ഈ ഭാഗത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ഇതിൽ ആരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. ചില സംഭവങ്ങളിൽ പ്രതികളെ പിടികൂടിയിരുന്നതെന്നൊഴിച്ചാൽ ഈ സംഭവങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ പോലും ഈ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഇന്നലെ അധികൃതരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഒഴിവായതെന്ന് വേണം പറയാൻ. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് സ്ലാബ് കയറ്റി വെച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമാനമായ രീതിയിൽ മുമ്പും കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് കോട്ടിക്കുളത്ത് ഈ മരത്തടികളൊക്കെ കയറ്റി വെച്ചിട്ടുള്ള അട്ടിമറി ശ്രമം നടന്നിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന് വന്നതാണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് സ്ലാബ് അടുക്കി വെച്ച സംഭവത്തിൽ പോലീസ് അധികൃതർ നോക്കിക്കാണുന്നത്. എന്തായാലും കർശനമായ പരിശോധനകൾ നടത്തി കുറ്റക്കാരാരാണെങ്കിലും കണ്ടെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകതയുള്ളത്, ആ റെയിൽവേ സ്റ്റേഷന്റെ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നടുഭാഗത്തുകൂടി വഴി കടന്നു പോകുന്ന കേരളത്തിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. അതായത് ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ അത് ആളുകൾക്ക് ഇറങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് നേരെ റോഡിലേക്കാണ്. അത്തരത്തിലൊരു പ്രത്യേകതയുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കാസർഗോഡ് കോട്ടിക്കുളത്തെ റെയിൽവേ സ്റ്റേഷൻ. അതായത് പ്ലാറ്റ്ഫോം 2-ആയി മുറിച്ചുകൊണ്ട് നടുഭാഗത്തൂടെ ഒരു വഴി കടന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കാസർഗോഡ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഇത്തരത്തിൽ പാസഞ്ചർമാർ ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം ഈ ഘട്ടത്തിലും ബലപ്പെടുകയാണ്. എന്തായാലും അധികാരികളുടെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. ശരി ജോസഫ്, വ്യക്തമാണ്. കാസർഗോഡ് കോട്ടിക്കുളത്താണ് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ അധികാരികൾ ഇടപെട്ട് കോൺക്രീറ്റ് സ്ലാബ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ മാസം കേരളത്തിലുണ്ടായിരിക്കുന്ന 3-ാമത്തെ സംഭവമാണ്. പല റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുണ്ടായിരിക്കുന്ന 3-ാമത്തെ സംഭവമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. എന്തായാലും ട്രെയിൻ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൃത്യമായ പോലീസുകാരുടെയും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും സംയോജിത ഇടപെടൽ കാരണം ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ മനസ്സിലാകുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.